മഞ്ജൂസ് മാത്സ് ടോപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് 10ാം ക്ലാസ് CBSEയിലെ CBSE മാത്സിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? ആൻ ഇക്വേഷൻ വിച്ച് ഇസ് ഓഫ് ദ ഫോം ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 വെയർ എ നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ വളരെ നിർബന്ധമാണ്. കാരണം എയും ബിയും x²ൻ്റെയും എക്സിൻ്റെയും കോഎഫിഷ്യൻ്റ് ആണ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 0 × x² എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ x² എന്ന് പറയുന്ന ടേം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നതിൽ അർത്ഥമുണ്ടാവില്ല. അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നിർബന്ധമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സിൻ്റെ പവറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് സൊല്യൂഷൻ വരുന്നത്. എക്സിൻ്റെ പവർ ഇവിടെ 2 ആയതുകൊണ്ട് നമുക്ക് 2 റൂട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഫാക്ടറൈസേഷൻ എടുക്കാൻ പറ്റാത്ത കേസസ് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം b² - 4ac കണ്ടുപിടിക്കണം. ബി എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എ എന്ന് പറയുന്ന x²ൻ്റെ കോഎഫിഷ്യൻറ്റ്, സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടാവും. b² - 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള റൂട്ടാണ് ഉണ്ടാവുന്നത്. b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇമാജിനറി റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. In a flight of 2,800 km, an aircraft was slowed down due to bad weather. Its average speed is reduced by 100 km/h. The time of flight is increased by 30 minutes. Find the original duration of flight. അപ്പോൾ 2800 km ആണ് ഫ്ലൈയിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് നമുക്കറിയാം മാറില്ല. മാറാൻ സാധ്യതയുള്ളത് സ്പീഡ് അല്ലെങ്കിൽ ടൈമാണ്. സോ നമുക്കൊരു ഡിസ്റ്റൻസിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. നമ്മളോട് ചോദിച്ചേക്കുന്നത് ടൈം ഡ്യൂറേഷനാണ്. സോ ടൈമിനെ ഡിസ്റ്റൻസിനെയും സ്പീഡിനെയും കണക്ട് ചെയ്ത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് നോർമൽ സ്പീഡ് 2800 കിലോമീറ്റർ പോവാനായിട്ട് എക്സ് സ്പീഡിൽ ടി എന്ന ടൈമാണ് എടുത്തിരുന്നത്. ഓക്കെ, ഇനി ബാഡ് വെതർ കാരണം എന്താണ് സംഭവിച്ചത്? നമുക്ക് സ്പീഡ് 100 കുറഞ്ഞു, പക്ഷേ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് സെയിം. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് കൂടി എന്ന് പറയുമ്പം ഇവിടെ 2800 കിലോമീറ്ററാണ്. സ്പീഡ് എന്ന് പറയുന്നതും km/h. സോ നോർമലി നമ്മുടെ 30 മിനിറ്റ് നമ്മൾ എന്തിലേക്ക് മാറ്റണം? അവറിലേക്ക് മാറ്റണം. 30 മിനിറ്റിനെ അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അരമണിക്കൂർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 2 - 1 എടുക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 2800 ഡിവൈഡഡ് ബൈ x - 100 മൈനസ് 2800 ബൈ x ഇസ് ഈക്വൽ ടു t + 1/2 മൈനസ് ടി എന്ന് പറയുമ്പോൾ ടിയും ടിയും ക്യാൻസൽ ആയിട്ട് നമുക്ക് 1/2 എന്ന് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM എടുക്കുമ്പോൾ 2800x മൈനസ് ഇവിടെ എടുക്കുമ്പോൾ 2800 × x - 100. ഞാൻ ഒറ്റയടിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പോവാണ്. 2800 × x - 100 ആണ് കേട്ടോ വരുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2800x ഈ മൈനസും -100ൻ്റെ മൈനസും കൂടെ ചേരുമ്പം പ്ലസ് ആവും. അപ്പോൾ നമുക്കത് 2800 എന്ന് പറയുമ്പോൾ 2,80,000 വന്നു. ഇസ് ഈക്വൽ ടു 1/2. ഇതൊക്കെ ഞാനൊന്ന് മാറ്റിയാണ്. 1/2 ഇൻറ്റു ഈ LCMനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1/2 ഇൻറ്റു x - x 100 എന്ന് വന്നു. ഓക്കെ, LCMനെ ഓൾറെഡി അങ്ങോട്ട് എടുത്തു. ഇനി 2നെ നമുക്ക് ഇങ്ങോട്ടും എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2നെ ഇവിടെ എടുക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കളയുക, ഇതിനെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കിനി 2നെ ഇങ്ങോട്ട് എടുക്കുമ്പം 5,60,000 ഈക്വൽ ടു x² - 100x എന്ന് വന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് കോൺസ്റ്റൻ്റ് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ x² - 100x മൈനസ് 5,60,000 ഈക്വൽ ടു 0 എന്ന് വന്നു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ഡിഗ്രി 2 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്ന സം ഓഫ് ദ റൂട്ട്സും
ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സും ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -5,60,000 ആഡ് ചെയ്യുമ്പോൾ -100 വരണമെങ്കിൽ ഏതായിരിക്കണം? ആഡ് ചെയ്യുമ്പോൾ മൈനസ് വരണമെങ്കിൽ വലുത് മൈനസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 56 ആയതുകൊണ്ട് 8 × 7 ആണ് 56. ഇവിടെ നമുക്ക് 4 0 വന്നേക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ റൂട്ടിൽ എന്തുണ്ടാവണം? 2 0 ഇത് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് -800 +700 കൊടുത്തു കഴിഞ്ഞാൽ -800 700 ആഡ് ചെയ്യുമ്പോൾ -100 വന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5,60,000 വന്നു. സോ നമുക്ക് കിട്ടുന്നത് x - 100 × x + 700 ആണ് =0. x + 700 എന്ന് പറഞ്ഞാൽ x -700 ആണ്. സ്പീഡ് നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നു. സോ നമുക്കിവിടെ കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ x നമുക്ക് x 800 km/h ആണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? നമ്മളോട് ഡ്യൂറേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറേഷൻ കണ്ടുപിടിക്കുമ്പോൾ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, 2800 ആണ്. നമുക്ക് എത്രയാണ് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 800 ആണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പം 8 3 24 3.45 ആണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊരു ക്വസ്റ്റ്യൻ, എത്ര ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ റീഡ് റിപ്പീറ്റഡ്ലി 3 or 4 times 3 or 4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പം എത്ര അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളുടെ മൈൻഡിലേക്ക് കണക്ഷൻ വരും. ആ കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് കൂടാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. The denominator of a fraction is one more than the denominator of a fraction is one more than twice the numerator. One more than twice the numerator. If the sum of the fraction and its reciprocal is 216/21, ഫ്രാക്ഷനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The denominator of a fraction is one more than twice the numerator. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ അറിയാത്തത് കൊണ്ട് let the fraction be xy/. ദെൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വൺ മോർ ദാൻ twice the numerator. ന്യൂമറേറ്ററിൻ്റെ 2 ഇരട്ടിയോട് 1 കൂട്ടുന്നതാണ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/2x + 1 ആണ്. ഈ ഫ്രാക്ഷനും ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/, ആണല്ലോ. സോ ഇതെന്ത് വരും? തിരിച്ചിടണം 2x + 1/x. ഇതിൻ്റെ സമ്മാണ് നമുക്ക് തന്നിരിക്കുന്നത് 2 × 216/21. മിക്സ്ഡ് ഫ്രാക്ഷനാണ്, അതിനെ സിമ്പിളിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/2x + 1. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്കത് 2x + 1/x. ഇത് രണ്ടും നമുക്ക് സം 216/21. ഇതിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുമ്പം 2 × 21 40, 242 + 16 എന്ന് പറഞ്ഞാൽ 58 ആണ്. സോ 58/21 എന്ന് കിട്ടി. നമുക്കിനി ഇത് LCM ഒക്കെ എടുത്ത് ഒറ്റയടിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം സ്റ്റെപ്പിന് മാർക്കുണ്ട്. ഒറ്റയടിച്ചൊക്കെ ചെയ്യാൻ പോയി എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് LCM എടുക്കാം. x² + 2x + 1 the whole square. അറ്റ് എ ടൈം ഞാൻ ഈ 21 വെച്ച് ഇങ്ങോട്ട് അടുത്തല്ല ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ബൈ x × 2x + 1 = 58/21. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 21 ഇങ്ങോട്ട് എടുത്തു. അറ്റ് എ ടൈം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. x² + 2x + 1 എന്ന് പറഞ്ഞാൽ a + b the whole square രൂപത്തിലാണ്. സോ നമുക്ക് 4x² + 4x + 1. ദെൻ ഈ 58 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു x × 2x എന്ന് പറഞ്ഞാൽ 2x² ആണ് പ്ലസ് x. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x² + 4x² എന്ന് പറഞ്ഞാൽ 5x². 21 × 5x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105x² പ്ലസ് 21 × 4 എന്ന് പറഞ്ഞാൽ 84x പ്ലസ് 21 = 58 × 2 എന്ന് പറഞ്ഞാൽ 116x² പ്ലസ് 58x. നമുക്ക് എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 105x² മൈനസ് 116x² എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് വരുന്നത്? 11 അല്ലേ? -11x². ഈ 116x² ഇങ്ങോട്ട് എടുക്കുമ്പോൾ 105 - 116 എന്ന് പറഞ്ഞാൽ -11x². ദെൻ 84x - 58x എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വരുന്നത്
പ്ലസ് 26x 21 ഇവിടെ ഓൾറെഡി ഉണ്ട് ഈക്വൽ ടു 0. ഇനി ഇത് നമുക്ക് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11x² മൈനസ് 26x മൈനസ് 21 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ x² കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുമ്പം ഈ x² കോഎഫിഷ്യൻ്റ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 11 ഇൻറ്റു 21 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് 231 വരും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് 231 ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന സമ്മ് നമുക്ക് -26 ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഏത് രണ്ട് നമ്പറാണ് നമുക്ക് എടുക്കേണ്ടത് നോക്കാം. നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് 7 നോക്കാം. 7 എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 11x², ഇത് മൈനസ് ആയതുകൊണ്ട് എന്തായാലും വലുത് മൈനസ് ചെയ്യണം. -36x പ്ലസ് 7x മൈനസ് 231 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് പുറത്ത് അപ്പോൾ നമുക്ക് വരുന്നത് 11 ഇൻറ്റു x മൈനസ് 3 പ്ലസിൽ നിന്ന് 7 പുറത്തെടുക്കുന്നു. x മൈനസ് 7 11 എടുക്കുമ്പോൾ x മൈനസ് 3 ഇവിടെ നമുക്ക് x മൈനസ് 3 ഇവിടുന്ന് മനസ്സിലാകാൻ വേണ്ടത് പ്രോഡക്റ്റ് 231 ആയിരിക്കണം എന്നുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ചെയ്ത് നമുക്ക് കിട്ടില്ല. ഓക്കെ, നമുക്ക് x ഉണ്ട് നമുക്ക്. സോ 11x മൈനസ് പ്ലസ് 7 ആണല്ലേ, 7 ഈസ് ഈക്വൽ ടു 0. x ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. 11x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ 11x ഈസ് ഈക്വൽ ടു -7, x ഈസ് ഈക്വൽ ടു -7/11. നമ്മുടെ ഫ്രാക്ഷൻ നെഗറ്റീവ് ഒന്നുമല്ല. അത് നമുക്ക് എടുക്കാവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണ്. നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫ്രാക്ഷൻ x പ്ലസ് 1 x 3 എന്ന് പറയുന്നത് 2 × 3 + 6 ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ വായിച്ച് ഒന്ന് ശ്രദ്ധിച്ച സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4x² മൈനസ് 5x പ്ലസ് k ഈസ് ഈക്വൽ ടു 0 ആർ റിയൽ ആൻഡ് ഈക്വൽ. റൂട്ട്സ് റിയലും ഈക്വലും ആണെന്ന് പറയണത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് റിയലാണോ അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ b² - 4ac ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x² minus 5x plus k is equal to 0, giving the condition that the roots are real and equal. So we have to find out the value of k. k ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റൂട്ട്സ് ഈക്വലും റിയലും ആയതുകൊണ്ട് കണ്ടീഷൻ ഇതാണെന്ന് നമുക്കറിയാം. ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെ a എന്ന് പറഞ്ഞാൽ 4 ആണ്, b എന്ന് പറഞ്ഞാൽ -5 ആണ്, c എന്ന് പറഞ്ഞാൽ k ആണ്. അത് നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നോക്കാം. b² 5² എന്ന് പറഞ്ഞാൽ 25 ആണ്, -4 × a എന്ന് പറഞ്ഞാൽ 16, c എന്ന് പറഞ്ഞാൽ k ആണ്, ഈക്വൽ ടു 0. ദെൻ k എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 25 ഈസ് ഈക്വൽ ടു 16k. സോ k ഈസ് ഈക്വൽ ടു 25/16 എന്ന് വന്നു. അപ്പോൾ കണ്ടീഷൻസ്, അപ്പോൾ ആ 3 കണ്ടീഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. b² - 4ac ഗ്രേറ്റർ ദാൻ 0 വന്നാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്, b² - 4ac ഈക്വൽ ടു 0 വന്നാൽ 2 ഈക്വൽ റൂട്ട്സ്, b² - 4ac ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ ദ റൂട്ട്സ് ആർ ഇമാജിനറി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം. എ റെക്ടാങ്കുലർ ഫ്ലോർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ടൈൽഡ് വിത്ത് 200 സ്ക്വയർ ടൈൽസ്. ടൈല് സ്ക്വയർ ആണ്. അപ്പം അങ്ങനത്തെ 200 ടൈല് വെച്ചിട്ട് ഒരു റെക്ടാങ്കുലർ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ നോർമൽ ഏരിയ ഓഫ് ദറ്റ് ഫ്ലോറിൻ്റെ ഒരു ടൈലിൻ്റെ സ്ക്വയർ ടൈലാണ്. അതുപോലത്തെ 200 ടൈല് കൊണ്ട് ആ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ടൈൽ അതിൻ്റെ ഒരു സൈഡ് x ആണെങ്കിൽ x² ആണ് അതിൻ്റെ ഏരിയ. അതുപോലെ 200 ടൈല് വരിക എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണ്?
ഏരിയ ഓഫ് ദ ഫ്ലോർ നമുക്ക് എത്ര എടുക്കാം? 200 x square എടുക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ സൈഡ് ലെങ്ത് ഓഫ് ഈച്ച് ടൈൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. സോ നോർമലി സ്ക്വയർ ടൈലാണ്, ഒരു സൈഡ് 1 യൂണിറ്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സോ ഇതിൻ്റെ 4 സൈഡും x+1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ബി ദ ന്യൂ ഏരിയ? ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x+1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ടൈലിൻ്റെ ഏരിയ, അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ടൈല് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ടൈലിൻ്റെ വലിപ്പം കൂടുമ്പം നമ്പർ ഓഫ് ടൈൽസ് കുറയുമല്ലോ. അപ്പോൾ ഇപ്പം ആ ഫ്ലോർ കവർ ചെയ്യാനായിട്ട് 127 ടൈലും വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് എക്സ് ആയിരുന്നപ്പോൾ 200 എണ്ണം വേണമായിരുന്നു, x+1 ആയപ്പോൾ 128 എണ്ണം മതി. സോ എന്ത് തന്നെയായാലും ഏരിയ ഓഫ് ദ ഫ്ലോർ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആദ്യം 200 ടൈൽ എടുത്ത് എക്സ് എന്ന ലെങ്തിൽ 200 ടൈൽ എടുത്തു. അപ്പോൾ 200 x square is equal to, ഏരിയ മാറുന്നില്ലല്ലോ, ഇവിടെ നമുക്ക് ടൈലിൻ്റെ ലെങ്ത് കൂടുക എന്ന് പറയുമ്പം നമ്പർ ഓഫ് ടൈൽസ് കുറഞ്ഞു. അപ്പോൾ 128 ഇൻറ്റു x+1 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ നമുക്കിനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പം 200 x square മൈനസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 128 ഇൻറ്റു x square പ്ലസ് 2x പ്ലസ് 1 ആണല്ലേ. അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 128 x square പ്ലസ് 256 പ്ലസ് 128 ഈസ് ഈക്വൽസ്. സോ നമുക്കിതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം 200 x square മൈനസ് 128 x square മൈനസ് 256 x ഉണ്ട്, എക്സ് മൈനസ് 128 0. 200 നിന്ന് 128 പോയി കഴിഞ്ഞാൽ നമുക്ക് 72 x square മൈനസ് 256 എക്സ് പ്ലസ് മൈനസ് 128 നമുക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമുക്ക് എല്ലാം 8ൻ്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 8 വെച്ച് നമുക്ക് എല്ലാം ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ 8. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് 8 ഇൻറ്റു 9 ആണ് 72. സോ 9 x square മൈനസ് നമുക്ക് 286 എന്ന് പറയുമ്പോൾ നമുക്ക് 32 ഇൻറ്റു 8 ആണ് 256. സോ നമുക്കിവിടെ 32x, ദെൻ നമുക്കിത് നോക്കുമ്പോഴത്തേനും 16 ഇൻറ്റു 8 ആണ് 128. അപ്പോൾ നമുക്കിവിടെ 16 = 0. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 16 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ എക്സ് സ്ക്വയറിന് കോയഫിഷ്യൻ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 9. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 കിട്ടണം, നമുക്ക് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 32 കിട്ടണം. അങ്ങനെ ഏത് 2 നമ്പറാണ് വേണ്ടത്? അപ്പോൾ മൈനസ് ആയതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ നമ്പർ വലുതായിരിക്കും. അപ്പോൾ 9x square മൈനസ് 36x പ്ലസ് 4x മൈനസ് 16 = 0. നോക്കൂ, മൈനസ് 36x 4x ആഡ് ചെയ്യുമ്പോൾ മൈനസ് 32x, 36 ഇൻറ്റു 4 എടുക്കുമ്പോൾ 144. അപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം 9x square, ഇതിൽ നിന്ന് നമുക്ക് 9x കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര വന്നു, x മൈനസ് 4 വന്നു, പ്ലസ് ഇതിൽ നിന്ന് 4 കോമൺ എടുക്കുമ്പം വീണ്ടും x മൈനസ് 4 = 0. അപ്പം x മൈനസ് 4 രണ്ടിൽ നിന്ന് കോമൺ എടുക്കുമ്പം x മൈനസ് 4 ഇൻറ്റു നമുക്ക് ഒന്ന് മേലേക്ക് എഴുതാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? x മൈനസ് 4 ഇൻറ്റു 9x പ്ലസ് 4 = 0. ഐദർ x = 4 ഓർ x = 9x പ്ലസ് 4 = 0 ആണല്ലോ. അപ്പോൾ 9x എന്ന് പറഞ്ഞാൽ -4 ആണ്, x എന്ന് പറഞ്ഞാൽ -4/9 ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ എടുക്കാം, x = 4. അപ്പോൾ നമുക്ക് x 4 ആകുമ്പോൾ നമുക്ക് നോക്കിക്കുക, x 4 ആകുമ്പം നമ്മുടെ ഒരു ടൈലിൻ്റെ സൈഡ് x 4 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പോൾ 200 ഇൻറ്റു 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3200 ആണ് ഇതിൻ്റെ ഏരിയ. ഇനി എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ക്വയർ ടൈലിൻ്റെ ലെങ്ത് നമുക്ക് 4 ആയിരുന്നപ്പം നമുക്ക് ഏരിയ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എത്ര ടൈലാണ് വേണ്ടി? 200 ടൈല് വേണ്ടി വന്നു. അപ്പോൾ 200 ഇൻറ്റു 16 എന്ന് പറയുന്നത് 3200 ആണ്. ശരി, ഇനിയിപ്പോൾ ടൈലിൻ്റെ സൈഡ് 1 യൂണിറ്റ് കൂട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 5 വന്നു. അപ്പോൾ നമുക്ക് ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 25 ആണ്. 25 ഒരു യൂണിറ്റ് കൂട്ടിയപ്പം നമ്പർ ഓഫ് ടൈൽസ് എണ്ണം കുറഞ്ഞു, ഇപ്പോൾ 128 ആണ്. അപ്പോൾ 128 ഇൻറ്റു 25 എന്ന് പറയുന്നത് 3200 ആണ്. അപ്പോൾ നമുക്ക് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട്
അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ കറക്റ്റാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി പോരാനുണ്ട്. കാരണം എക്സാം ഹോളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 100 മാർക്സ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരേ ഒരു സബ്ജക്റ്റ് മാത്സ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് വേണ്ട രീതിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ കുട്ടികളെ നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ദി സം ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സ്ക്വയേഴ്സ് ഈസ് 468 മീറ്റർ സ്ക്വയർ. ഇപ്പോൾ 2 സ്ക്വയറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവരുടെ രണ്ടിൻ്റെയും കൂടി ഏരിയയുടെ സം എന്ന് പറയുന്നത് എന്താണ്? 468 ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്ക് എക്സ് ആണെന്ന് എടുക്കുക, ഇതിൻ്റെ സം നമുക്ക് വൈ ആണെന്ന് എടുക്കാം. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. സോ എക്സ് സ്ക്വയർ, ഇത് നമുക്ക് വൈ സ്ക്വയർ ഇസിക്കൽ ടു 468 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡിഫറൻസ് ഓഫ് ദെയർ പെരിമീറ്റർ. അപ്പോൾ ഇത് എക്സ് സൈഡാകുമ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4x ആണ്, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4y ആണ്. അതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാണ് 24 തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം. സോ എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എക്സ് ഈസിക്കൽ ടു നമുക്ക് 6 പ്ലസ് വൈ, അല്ലെങ്കിൽ നമുക്ക് വൈ, നമുക്ക് ഇക്വേഷൻ ഇപ്പോൾ അത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇപ്പോൾ എക്സിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് എക്സിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. സോ നമുക്ക് എക്സ് വൈ എന്ന് പറയും, നമുക്ക് എന്തെടുക്കാം? എക്സ് മൈനസ് 6 എടുക്കാം. ഓക്കെ, കാരണം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷനിൽ ഒരു വേരിയബിളേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ വൈ എന്നുള്ളത് എക്സിൻ്റെ ടേമിലേക്ക് ആക്കി വൈയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ശരി, നമുക്കപ്പം ഈ വൈയുടെ വാല്യൂ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം? എക്സിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1. കംപ്ലീറ്റ് സ്റ്റെപ്പുകളെല്ലാം വേണം നിങ്ങൾ ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 468. ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് ഇത് നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 36 ഈസ് ഈക്വൽ ടു 468 എന്ന് വന്നു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. 2x സ്ക്വയർ മൈനസ് 12x പ്ലസ് 36 മൈനസ് 468 ഈസ് ഈക്വൽ ടു 0. ദെൻ 2x സ്ക്വയർ മൈനസ് 12x 36 മൈനസ് 468 എടുക്കുമ്പോൾ നമുക്ക് മൈനസ് എത്രയാണ് വരുന്നത്? 432 ആണല്ലേ. 36 32 ആണ് 68. അപ്പം നമുക്ക് 432 ഇസിക്കൽ ടു 0. ഇത് നമുക്ക് ഇവിടെ എല്ലാം 2 കോമൺ ഉള്ളതുകൊണ്ട് നമുക്ക് 2നെ കട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 6x മൈനസ് 216 വന്നു ഇസിക്കൽ ടു 0. അപ്പോൾ ഇനി നമുക്കിത് പ്രൊഡക്റ്റ് 216 മൈനസ് 216ഉം അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പം -6ഉം വരുന്ന ഏതാണ്? സ്വാഭാവികമായിട്ട് ഇത് മൈനസ് ആയതുകൊണ്ട് വലിയ നമ്പർ എന്തെങ്കിലും നെഗറ്റീവാണ്. സോ നമുക്ക് എക്സ് മൈനസ് 18x പ്ലസ് 12x മൈനസ് 216 ഈസ് ഈക്വൽ ടു 0. നമുക്കിത് പെട്ടെന്ന് നമ്പർ കാണുമ്പോൾ നമ്മൾ നമ്പേഴ്സുമായിട്ട് അമിക്കബിൾ ആയിട്ടുള്ള ഒരാൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ -18ഉം 12ഉം ആഡ് ചെയ്യുമ്പം -6ആണ്. -18 ഇൻറ്റു 12 എടുക്കുമ്പം 716ആണ്. അപ്പോൾ നമ്മളിനി അത് നോക്കുമ്പം ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പം എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സോ ഇവിടെ നിന്ന് എക്സ് കോമൺ എടുക്കുമ്പം എക്സ് മൈനസ് 18 വന്നു. പ്ലസ് ഇതിൽ നിന്ന് നമുക്ക് 12 കോമൺ എടുക്കുമ്പം എക്സ് മൈനസ് 18 വന്നു ഇസിക്കൽ ടു 0. വീണ്ടും ഒരു എക്സ് മൈനസ് 18നെ കോമൺ എടുക്കുമ്പം എക്സ് പ്ലസ് 12 ഇസിക്കൽ ടു 0 വന്നു. അപ്പോൾ നമുക്ക് എക്സ് ഇസിക്കൽ ടു 18 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഇസിക്കൽ ടു -12 വന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എടുക്കണ്ട, നെഗറ്റീവ് നമുക്ക് റിജക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ 18 എടുക്കാം. ഇനി നമുക്ക് ഈക്വൽ ആണോ എന്ന് നോക്കാം. നമുക്ക് വൈ എന്ന് പറയും നമ്മൾ എക്സ് മൈനസ് 6 ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 18 സ്ക്വയർ ആണ്. പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 16 എന്ന് പറയുമ്പോൾ 18 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 18 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ നമുക്ക് ചെക്ക് ചെയ്യാം 468 ആണോ എന്ന്. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324 ആണെന്ന് നിങ്ങൾക്കറിയാം. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. 4 + 4 8, 2 + 4 6, 3 4 468 ആണല്ലേ. അപ്പോൾ ഉത്തരം കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു 3 മാർക്ക് എക്സാം ഹോളിൽ വെച്ചിട്ട് തന്നെ ഉറപ്പിച്ചിട്ട് നമുക്ക് പോരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വാഡ്രാറ്റിക്കിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട്
ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ബിയുടെ വാല്യൂ അല്ലെ എയുടെ വാല്യൂ അല്ലെ കോൺസ്റ്റൻ്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വരും. നോർമലി ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ക്വാഡ്രാറ്റിക് എന്ന് ചോദിച്ച് കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.